സന്തോഷമുണ്ട്. എൻ്റെ നാട്ടുകാരെ, ഏത് ദൈവത്തിനോട് പ്രസംഗിക്കുന്നത് വരുന്നവരൊക്കെ പറയും, ക്രിസ്താവിൻ്റെ നാട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്, ആളുകൾ നിർത്തിയാണ്. പിന്നെ സംഭാവനയുടെ ഒന്നും പറയണ്ട, പറഞ്ഞില്ലെങ്കിലും ആളുകൾ ചെയ്യും. അതൊക്കെ നല്ല സ്വഭാവമാണ്. ഈ നാട്ടിൻ്റെ ആ നന്മ അല്ലാഹു ഖിയാമത്ത് നാളുകളിൽ നിലനിർത്തട്ടെ. നിങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. ഹജ്ജിന് പോകുന്നവരും ഈ സ്ഥാപനത്തിന് വേണ്ടി ദുആ ചെയ്യണം, ഈ ജമിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. സാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ് അല്ലാഹു ദീർഘായുസ്സ് തരട്ടെ. ഞാനും എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അവർക്ക് ഇന്ന് സുഹൃത്തുക്കൾ ദീനിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സംഘടന. നിങ്ങൾക്കറിയാം, അല്ലാഹുവിനോട് ഞാനും ദുആ ചെയ്യാറുണ്ട്. കുറച്ചുകൂടി ജീവിച്ചിരിക്കുന്ന കാലമൊക്കെയും ഈ മന്നാനിയാക്കും ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് തരണമെന്നും അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞങ്ങളുടെയൊക്കെ ദീർഘായുസ്സിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ആഭ്യത്തിന് വേണ്ടി, ഈമാനിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് വ്യത്യസ്തമായി ക്ലാസ് നടത്തുന്നതിന് വേണ്ടി എൻ്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട അദ്ദേഹം ജമിയത്തുലമായുടെ ജനറൽ സെക്രട്ടറിയാണ്, മന്നാനിയായുടെ ചെയർമാനാണ്. ഞാൻ മന്നാനിയായുടെ സെക്രട്ടറിയും ജമിയത്തുലമായുടെ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറിയും ജമാഅത്ത് പ്രദേശത്തിൻ്റെ പ്രസിഡന്റും മന്നാനിയായുടെ സെക്രട്ടറിയൊക്കെയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു കാര്യത്തിന് ഒരു തർക്കമില്ല. ഞങ്ങൾ ആലോചിച്ച് എന്ത് കാര്യവും കൂടുതൽ കൂട്ടായിട്ട് പ്രവർത്തിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും നമ്മുടെ പ്രവർത്തനവും അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നിലനിർത്തട്ടെ. ഇതിനെ സഹായിക്കുന്നവരെയും അല്ലാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നിങ്ങളുമൊക്കെ ഓരോരുത്തരും പറയാനുള്ളത് ഞങ്ങളുടെ ദീർഘായുസ്സിന് വേണ്ടി, പുതിയ സ്ഥാപനങ്ങളുടെ ദീർഘായുസ്സിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇവരൊക്കെ ഇതിന് വേണ്ടി ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തോട് വിട്ടുപിരിയുന്നത് വരെ ഒരു ശ്വാസവും പാഴാകാതെ ഈ ദീനിന് വേണ്ടി, ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്കും നമുക്കും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കൊടിയൂർ സാറിനെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കൽക്കാൻ വിരാമം കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. ആഗ്രഹിക്ക് ഉത്തരം ചെയ്തു എന്നതിനെ ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മഹത്വം നിലയ്ക്കാൻ അത്രത്തോളം ഹജ്ജിനെ കൊണ്ട് നമ്മൾ മറ്റുമായി പറയുക. ഇവിടെ കല്ലെറിയുന്നു, അത് സിംബോളിക്കാണ്. അറുക്കുന്നു, അതൊരു സിംബോളിക്ക് വഴിയാണ്. യഥാർത്ഥത്തിൽ വിനയിൽ അറുക്കുന്നത് നമ്മളെ, എറിഞ്ഞോടിക്കുന്നത് നമ്മളെ നിന്ന് നമ്മൾ അന്വേഷിക്കും. അമ്മാവൻ തന്നിഷ്ടത്തെ അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ പിന്തുടരുകയും തന്നിഷ്ടത്തെ അതിജീവിക്കുകയും ചെയ്യുന്നവരാരോ അവരുടെ പ്രാർത്ഥന മനസ്സിലാക്കും. അപ്പോൾ നമ്മുടെ തന്നിഷ്ടത്തെയാണ് നമ്മൾ ലഭിക്കുന്നത്. ഒരു പുതിയ മനുഷ്യനായി മറിയുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യാത്രയെപ്പോൾ നടത്തപ്പെട്ടത് മൗലാന മുഹമ്മദ് അലി യുവർ. അദ്ദേഹം സുധാകരനോട് പോയപ്പോൾ പണ്ഡിറ്റ് മൗലാനോട്, മഹാത്മജി, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയുള്ള രാഷ്ട്ര ശില്പികൾ അദ്ദേഹത്തിന് വളരെ ന്യായോചിതമായ സ്വീകരണം നൽകിയിട്ടാണ് പരിശുദ്ധ ഹജ്ജുകർമ്മം നിർവഹിച്ച് അദ്ദേഹം മടങ്ങി വന്നപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി സ്വീകരിച്ചു ഏർപ്പെടുത്തി. അപ്പോൾ മഹാത്മജി അദ്ദേഹത്തെ ഇങ്ങനെ കുറിച്ച് നോക്കും, ആവർത്തിച്ച് നോക്കും. അപ്പോൾ അദ്ദേഹത്തിന് എന്താ മഹാത്മജി
ശ്രദ്ധിക്കുന്നത്. അല്ല, ഞാൻ യാത്ര അയച്ച മൗലാനെ അല്ലല്ലോ മടങ്ങി പോകുന്നത്, ഒരു പുതിയ മൗലാനെയാണ് ഞാൻ കാണുന്നത്. മൗലാന മുഹമ്മദ് മഹാത്മജി അങ്ങ് യാത്ര അയച്ച മുഹമ്മദ് അലിയെ ഞാൻ അവിടെ അർപ്പിച്ചിട്ടുണ്ട്. ഒരു പുതിയ മുഹമ്മദ് അലിയാണ് സംസ്കരിച്ച് സംശുദ്ധീകരിച്ച് ഊഹിക്കാഴ്ച പൊന്നുപോലെയാക്കി മടക്കിക്കൊണ്ടുവരുന്ന മഹത്തായ ഒരു വിവാദത്താണ്. അതാണ് വിശ്വവാസം പറഞ്ഞില്ലാത്ത മുഹൂറായ കുറ്റമില്ല ഇതിൻ്റെ പ്രതിഫലം സ്വർഗമാക്കണം. ആ തരത്തിൽ ഹജ്ജ് ചെയ്യുന്ന ഒരു ഹാജിയുടെ ഹജ്ജുമാണ് കയൗമ വന്നത്. ഉമ്മ പ്രസവിച്ച് ഭൂമിയിൽ വീണ നിമിഷം അവർ എത്ര പരിശുദ്ധരായിരുന്നോ അതേ പരിശുദ്ധിയോടുകൂടിയാണ് പറയുന്നത്. അതാണ് നമ്മൾ പലതും ചിന്തിക്കുകയും നമ്മൾ മറക്കുകയും ചെയ്യുന്നു. പ്രസിദ്ധമായ കാബാശയിൽ കാബാശയിൽ കാണുമ്പോൾ നമ്മുടെ സ്തോത്രം മുഴുവൻ കണ്ണീരിൽ കണ്ടുകൊള്ളുകയും സുഭാഷണം പറഞ്ഞു. കാബാശയിൽ കാണുന്ന സമയത്ത് അള്ളാഹുവിനോട് ഏതൊരു കാര്യം ചോദിക്കുന്നുവോ അത് അള്ളാഹു സ്വീകരിച്ച് അതുപോലെ തന്നെ നമ്മളുടെ ഖിതാബിന്റെ കാബാശയിൽ പ്രവർത്തിച്ചു. ഹജ്ജർ റസൂലിൽ നിന്ന് തുടങ്ങുക. ഹജ്ജർ റസൂൽ മുട്ടിയുടെ അദ്ദേഹം അല്പം പുറകോട്ട് പ്രവേശിച്ച് മാറിയിട്ട് സ്വതസിദ്ധമായ ഗൗരവത്തോടെ ചോദിച്ചു, ഹജ്ജർ ഇനി ആരമോ എന്നൊക്കെ ഹജ്ജറുണ്ടാക്കാൻ ഹജ്ജർ റസൂൽ, നീ കേവലം ഒരു കല്ലാണെന്ന് എനിക്കറിയാം. 8 കാശിൻ്റെ ഉപകാരം ചെയ്യാമോ, 8 കാശിൻ്റെ ഉപദ്രവം ഏൽപ്പിക്കാനോ എനിക്ക് സാധ്യമല്ല എന്ന് എനിക്കറിയാം. എന്ന നേതാവ്, കടലിൻ്റെയും കരയുടെയും നേതാവ്, ദീനിൻ്റെയും വിശുദ്ധിയും നേതാവ്, ആദരവായ ഇതുണ്ടാകുന്നത് ബഹീൽ ആരാണെന്നറിയാമോ? അതുപോലെ തന്നെ ബഹീൽ ലുബ്ധന്മാരാണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. യഥാർത്ഥ ലുബ്ധൻ എൻ്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് സിദ്ധാന്തമാണ്. നബിയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് സിദ്ധാന്തം. നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ വിചാരണയെല്ലാം കഴിഞ്ഞ് കുറച്ച് ആളുകൾക്ക് സ്വർഗത്തിന് ചുറ്റും പരിക്കുമ്പോഴെല്ലാം ഒരു വിഭാഗം സ്വർഗം, ഒരു വിഭാഗം ആ സ്വർഗത്തിലേക്ക് ചീട്ടെടുക്കുന്ന അന്വേഷിക്കുന്ന കുറച്ച് ആളുകളിൽ പരിഭ്രാന്തരായ ചോദിക്കും, എവിടെയാണ് സ്വർഗം? ഞാൻ സ്വർഗത്തിലേക്ക് എവിടെ കൂടാണ് പ്രവേശിക്കുന്നത് എന്ന് ഒരു ദിശാബോധമില്ലാതെ പരിഭ്രാന്തരായിട്ട് ഇങ്ങനെ ചൊല്ലുന്നത്. അപ്പോൾ അവസാനം അല്ലാഹു അവർക്ക് മാർഗം തെളിയിച്ചു പ്രവേശിച്ചു. സഹാബാക്കൾ ചോദിച്ചു, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൈ കിട്ടിയിട്ട് ഏത് വഴിയാണ് പ്രവേശിക്കുന്നതെന്ന് അറിയാതെ പരിഭ്രാന്തരായി ചുറ്റിക്കറങ്ങുന്ന ആരാണ്? പറഞ്ഞു, എൻ്റെ പേര് കേൾക്കുമ്പോൾ അസത്യയോടുകൂടി ഇരിക്കുകയും സലാത്ത് ചിന്താതിരിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ്, അവർ നല്ലവരാണ്. സ്വർഗത്തിലേക്ക് ടിക്കറ്റും കിട്ടും, പക്ഷേ കുറച്ചൊന്നും പരിഭ്രമിക്കും. അതുകൊണ്ട് എതിരെ കൂടെ കേൾക്കാവുന്ന നിശാബോധമാണ്. അപ്പോൾ നബിയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലണം, നിർബന്ധമാണ്. മദീന മുനവ്വറയുടെ മെമ്പറിൻ്റെ ഒരു പടിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട്
നബിയെ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെയ്യാത്തവരാരോ അവരെ അല്ലാഹു അവരുടെ റഹ്മത്തിൽ നിന്ന് ദുആ ചെയ്യുകയും ജിബ്രീൽ കൽപ്പിച്ചു നബി ആമീൻ പറയുകയും ചെയ്തു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് ഭാര്യമാർ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ولولا أني رأيت رسول الله صلى الله عليه وسلم يقبلك ما قبلتك. എൻ്റെ നേതാവ്, കടലിൻ്റെ കരയുടെ നേതാവ്, എന്നിൻ്റെ ഇൻസിൻ്റെ നേതാവ്, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ മുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. നബി മുത്തുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ നാം മുഖത്തുക്കി നിന്നെ മുത്തിയത് ഒരു ഹാജിയുടെ പ്രാധാന്യമാണ് ഞാൻ പറയുന്നത്. കഥയിൽ ചരിത്രമല്ല. നബി എന്തിനാണ് നിന്നെ മുത്തിയത്? ആരംഭകരമായ സൂക്ഷ്മലോകത്ത് നമ്മളെ ഉൾപ്പെടെയുള്ള ലോകത്തെ മുഴുവൻ ജനങ്ങളുടെയും മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവനും ആത്മാവുകളെ അണുക്കളെ പോലെ അള്ളാഹു സ്ഥാനത്തിൽ വിളിച്ചു. അവിടെ ഒരു കരാറുണ്ട്. അലസ്തുറബിക്കും ഞാനല്ലേ നിങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹു, നിങ്ങളെല്ലാം എൻ്റെ അടിമകളല്ലേ. ഒരു കരാർ. ഇതിന് അഹദ് വിഭാഗത്ത് എന്നാണ് പറയുന്നത്. വ്യക്തമായ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കും, അള്ളാഹുവിനെ വിധേയപ്പെട്ട് ജീവിക്കുമെന്ന് ആത്മാവുകൾ മനുഷ്യാത്മാവുകൾ അള്ളാഹുമായി നിർത്തിയ കരാർ. ആ കരാർ അള്ളാഹു രേഖപ്പെടുത്തി. എവിടെ രേഖപ്പെടുത്തി? സ്വർഗത്തിലെ കല്ല് അതിൻ്റെ സ്വന്തം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ടിരിപ്പിച്ചു. ആ കരാർ ആ കല്ലിൽ ആ കരാറ് അനുസരിച്ച് ജീവിച്ചവർക്ക് ഈ കല്ല് നാളെ അനുകൂലമായിട്ട് അല്ലാത്തവർക്ക് പ്രതികൂലമായും സാക്ഷ്യം. അപ്പോൾ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിച്ചത് ഈ ഒരു ലക്ഷ്യത്തിലാണ്. അതിനാണ് ഞാൻ എന്നെ ചൊല്ലിക്കുന്നത്. അപ്പോൾ ഹദർ റസൂൽ ചൊല്ലിക്കുമ്പോൾ എനിക്ക് നേരെ ചൊല്ലിക്കാം, അല്ലെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ദൂരം ഇസ്ലാം ചെയ്യുന്നതെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഒരു ഹാനിയുടെ മനസ്സിൽ ഉദിക്കുന്ന ആശയം അങ്ങ് പോകുക ആരംഭങ്ങളുണ്ട്. അള്ളാഹുവേ, എൻ്റെയും ഉടമസ്ഥനായ എൻ്റെയും ഇടയിൽ നടന്ന നിരുദ്ധമായ കരാറ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഫലമാണ് വീട്. ഇത് നാളെ എന്നോടൊപ്പം വിചാരണയുടെ മേലാനിയിൽ ഈ കല്ല് മുദ്രാക്കുന്നത്. അന്ന് ആ കരാറനുസരിച്ച് ജീവിച്ചവർക്ക് അനുകൂലമായും അല്ലാത്തവർക്ക് പ്രതികൂലമായും ഈ കല്ല് സാക്ഷി നിൽക്കുമല്ലോ. പടച്ച നിൽക്കാനെ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന പട്ടികയിൽ എന്നെയും കൂടി നീ നിർത്തണമേ. ഒരു ഹാജിയുടെ മനസ്സിൽ, ഒരു ഹബീബയുടെ മനസ്സിൽ ആശങ്ക. ഇതാണ് അതിൻ്റെ രീതി. നേരെ മുകളിൽ കാണുമ്പോൾ ഇസ്ലാം സമൂഹത്തിൻ്റെ ആരോഗ്യമായിരിക്കണം. തവാഫ് കഴിഞ്ഞിട്ട് മക്കാം ഇബ്രാഹിം മക്കാമിൻ്റെ നമസ്കരിക്കും. നമ്മൾ സാധാരണ ജീവിതത്തിൽ എത്രയോ നമസ്കരിക്കും. പക്ഷേ ആ നമസ്കാരത്തിലുള്ള ഒരു വികാരവും ഒരു മാനവുമല്ല ഇബ്രാഹിം മക്കാമിൻ്റെ പിന്നിൽ നമസ്കരിക്കുന്ന രണ്ടരക്കാലത്ത് നമസ്കാരത്തിൽ. ആ രണ്ടരക്കാലത്ത് നമസ്കാരത്തിൽ ഒരു ഹാജിയുടെയും ഒരു ഹജ്ജുബിയുടെയും മനസ്സ് 4000 വർഷത്തേക്ക് അപ്പുറത്തേക്ക് പോവുക. ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ ത്യാഗോത്തരമായ ജീവിതത്തിലേക്കാണ്. ഹാജറയുടെ തവക്കുലിലേക്ക് ത്യാഗോത്തരമായ ജീവിതത്തിലേക്കാണ് ഇസ്മായിൽ പ്രസവിച്ചു. ചോരക്കുഞ്ഞ് ഉമ്മയും മകനെയും കൂടി പുല്ലുമുളക്കാത്ത, തണലില്ലാത്ത, ചുട്ടുപഴുത്ത മണൽപ്രദേശത്ത് കൊണ്ടുപോയി ആക്കിയിട്ട് പോകാൻ
വിളിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം ആദരയും മകനെയും കൊടുത്തു. ഇന്ന് കാബാസിനെ ബിസിനസ് ചെയ്യുന്ന ആരുടെ മത്സരത്തിൽ നിന്ന് വൈദിക്കുന്ന നീ അസ്കറിൽ നിന്ന് വിജയത്തിലേക്ക് വാദിക്കുന്ന എന്ന് വൈദിക്കുന്നു. അള്ളാഹുവെ കണ്ടുമുട്ടാത്ത വെള്ളമില്ലാത്ത തീ തിളയ്ക്കുന്ന മണൽ പ്രദേശത്ത് എൻ്റെ മകനെയും എൻ്റെ ഭാര്യയും ഞാൻ ഉണ്ടാക്കി പോകുന്നു. അപ്പോൾ അതാണ് ചോദിച്ചത് ഇബ്രാഹിമിയോട്, അല്ല ഞങ്ങളെ ആരെയും കുറേ ചിന്തിക്കുന്നു. മറുപടി അള്ളാഹു കൽപ്പിച്ചതാണോ എന്നെ ഈ ചോരക്കുഞ്ഞിനെയും ഈ മതപ്രദേശത്തിൽ ഇറങ്ങി കൊണ്ടുവന്ന് ഇറക്കി പോകാൻ പലരാണ് ഒരു പെണ്ണിൽ നിന്ന് നോക്കുക, ഒരു പെണ്ണിൻ്റെ ഒരു വിശ്വാസം നടത്തിയ ഇസ്മായിലിന് വെള്ളം വീട്ടുണ്ടാകുന്നപ്പോൾ സഭാമയുടെ അങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിച്ചത് വെള്ളം നോക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ സഞ്ചാരം അവിടെയാണ് ആഗ്രഹം അനുസരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവാഹത്തിൽ രണ്ടക്കാലത്ത് നിശ്ചയിക്കുമ്പോൾ ഒരു ഹാജിയുടെ ഒരു ഹജ്ജുമയുടെ മനസ്സ് നേരെ അങ്ങോട്ട് പറയുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ ത്യാഗോജ്ജലമായ ജീവിതം ഞാൻ എന്താണ് ചെയ്യുന്നത്? ഹാജറയുടെ ത്യാഗോജ്ജലമായ ജീവിതം അവരുടെ ഒപ്പ് വിശ്വാസം നടത്തുക ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നുള്ള ഹാജി ഹജ്ജുമയുടെ ആ തിരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മോനെ, ഇനി ആരാധിക്കുന്നതാണ് എന്നെ കൽപ്പിച്ചത് അന്ന് നടപ്പിലാക്കൂ. ഞാൻ പരിപൂർണമായി ക്ഷമയോടുകൂടി ഒരു ഹാജിയുടെ തിരിച്ചു കൊണ്ടുവരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ ത്യാഗോജ്ജലമായ ജീവിതം, ഹാജറയുടെ ഒപ്പ്, ഇസ്മായിലിൻ്റെ ഇത്താഅത്തനുസരണം, ഈ മൂന്ന് കാര്യങ്ങൾ കൈമുതലാക്കി വരുമ്പോൾ ആ ഹാജിയാണ് ഒരു പുതിയ മനുഷ്യനായി. അവർ ലോകത്തിന് അനുഗ്രഹമായി, അവർക്ക് സ്വന്തമായി ഒരു അനുഗ്രഹത്തിലേക്ക്, കുടുംബത്തിന് അനുഗ്രഹമായി, അവർ ജീവിക്കുന്ന സമൂഹത്തിന് അനുഗ്രഹമായി. ആ തരത്തിൽ അങ്ങനെ നമുക്ക് ഒരു പ്രചോദനം നൽകാൻ ഈ ക്ലാസ് ശ്രമിക്കും. ഹജ്ജ് ഈ ക്ലാസ്സൊക്കെ സംഘടിപ്പിക്കുന്നു. അല്ലാഹു ആ തരത്തിൽ പുതിയ മനുഷ്യരായി മടങ്ങി വന്ന് ലോകത്തിൻ്റെ സന്മാർഗത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെയൊക്കെ ഹൈമാർട്സ് ലൈറ്റുകളായി തീരുവാൻ തടസ്സപ്പെടാൻ എല്ലാവർക്കും തൊപ്പിക്കൊള്ളാൻ ചെയ്തേ ഉണ്ടാച്ചതുകൊണ്ട് രാജാതിരാജരായ മറ്റു കൊടുക്കാനും നമുക്ക് ഈ മാസം ലോകത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യുന്നു. നേരത്തെ ഉസ്താദ് പറഞ്ഞപോലെ നാളെ നമ്മുടെ ദൈവപുസ്തകമാണ് അത് പിൻവലിക്കപ്പെടുന്നതിൻ്റെ വേണം. അതിനുവേണ്ടിയാണ് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ നാളെ രാജ്ഭവന് മുമ്പിൽ ഒരു സമരം നടത്തും. അന്ന് പാർലമെൻറ്റിൽ ആ ബില്ല് അവതരിപ്പിക്കുന്നതിന് തടസ്സവാദം ഉന്നയിക്കുകയും ശക്തമായി ചെലുത്തുകയും ചെയ്ത ബഹുമാനീയനായ MP NK കരിമേന്ദ്രനാണ് ആ സമ്മേളനം നാളെ ഒരു സമയം നിങ്ങളെല്ലാം ഉച്ചവരെയുള്ള സമയം ഒഴിവാക്കിയെടുത്ത് ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മുമ്പിൽ നിന്ന് ആരംഭിച്ച് രാജ്ഭവനിൽ ശ്രമിക്കുന്ന ആ മാർച്ച് കണ്ണികളാകുന്നതോടുകൂടി ഞാൻ ബിരിയാണി പ്രവർത്തിക്കുന്നു. ഇസ്ലാം